നമസ്കാരം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വാർത്തകൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വെറുതെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് കുണ്ടറയിലേക്കാണ്. ഇക്കഴിഞ്ഞ 25-ാം തീയതി സിയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നു. അതൊരു രാഷ്ട്രീയ ചലനമായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ 13 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ തിരോധാനത്തെ തുടർന്നാണ് കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കസ്റ്റഡിയിൽ എടുത്ത പാടെ തന്നെ അയാളെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു ശ്രീജിത്ത് എന്ന പോലീസുകാരൻ. അവരുടെ മകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ ഉപദ്രവിക്കരുത്, അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയാണ് എന്ന്. അങ്ങനെ വയ്യാതിരുന്ന സിയാദിനെ, അല്ലെങ്കിൽ അസുഖബാധിതനായിരുന്ന സിയാദിനെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ലോക്കപ്പിൽ കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. ജൂൺ മാസത്തിലാണ് സംഭവം നടക്കുന്നത്. ഒടുവിൽ രോഗബാധിതനായി ശയ്യാവലംബിയായ ആ സിയാദ് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഏകദേശം ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന ട്രീറ്റ്മെൻറ്റ്. ഒടുവിൽ 25-ാം തീയതി, ജൂലൈ മാസം 25-ാം തീയതി സിയാദ് കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് ഇവിടെ പിന്നീടുള്ള വികാസങ്ങൾ നടക്കുന്നത്. അതെന്താണെന്ന് നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ്. പോലീസ്, ആഭ്യന്തര വകുപ്പിൻ്റെ, പുതിയ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ആലപ്പുഴ മുഹമ്മദ് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെടുക്കുന്നു. ഒടുവിൽ അതിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരന് നിയമയുദ്ധത്തിലേക്ക് പോകും. അതും SDPI ആയ ഒരു ചെറുപ്പക്കാരൻ, ഒരു ന്യൂനപക്ഷക്കാരനായ ചെറുപ്പക്കാരൻ. അതിനുവേണ്ടി ആ ചെറുപ്പക്കാരൻ പരാതിപ്പെടുന്നു. ഒടുവിൽ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുത്ത് പോലീസ് തടിയൂരുന്നു. അവിടെ അദ്ദേഹം വീഡിയോ ഇട്ടിരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ദിരാ കട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഇന്ദിരാ കട്ടിൻ്റെ വിശദാംശങ്ങളും വിമർശനങ്ങളുമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ വീഡിയോ സ്പ്രെഡ് ചെയ്തതിനെ തുടർന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്താ അല്ലേ? പിന്നീട് നമ്മൾ വീണ്ടും നോക്കുകയാണ്, പത്തനംതിട്ട സീതത്തോട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ. അതും ഒരു കുടുംബസ്ഥനാണ്. അദ്ദേഹം ശയ്യാവലംബിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം പക്ഷേ രോഗബാധിതനാണ്, വൃക്കരോഗമുണ്ട്, അതോടൊപ്പം കാലിന് പ്രശ്നം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഒരു വലിയ ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കുന്നതേയില്ല. കാരണം കഴിഞ്ഞ സർക്കാരാണ് ഈ പറയുന്ന 35 വയസ്സിനും അതോടൊപ്പം 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് വേണ്ടി ഒരു ചെറിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും ഇതുവരെ പുതിയ സർക്കാർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ ഫേസ്ബുക്കിൽ ഇയാളൊരു വീഡിയോ ലൈവ് ചെയ്യുന്നു. ആ ലൈവിനെ തുടർന്നിട്ടാണ് പോലീസ് ഇത് കണ്ട് വിരളി പിടിച്ച് പാതിരാത്രിയിൽ കതകും ചവിട്ടി പൊളിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. ഇതും പോലീസ് അട്രോസിറ്റീസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നു. അവരെ ആരെയും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാളാണോ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിക്കെതിരായി ഉണ്ടായിരുന്ന പുനർജനി കേസ് വിജിലൻസ് അന്വേഷിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. തൂഫാനിൽ കയ്യടി നേടാം. അതോടൊപ്പം പുതിയ സീറോ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലും കയ്യടി നേടാം. പക്ഷേ ഇക്കണ്ട മനുഷ്യജീവനുകൾ അപഹരിക്കാൻ ഇറങ്ങിത്തിരിച്ച പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സർ, അങ്ങേക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും ഈ കസേരയിൽ ഇരുന്നു കൊണ്ട്. എത്ര കണ്ട് AC-യുടെ തണുപ്പ് കൂട്ടിയിട്ടിരുന്നാലും ശരി, അങ്ങ് വിയർത്തുകൊണ്ടേയിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. നമുക്ക് അറിയാം, അങ്ങ് ജന്തർ മന്ദറിൽ ഡൽഹിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരായി, അതായത് നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുറച്ച് കുട്ടികൾ അവിടെ ശക്തമായ സമരത്തിലായിരുന്നു. അവരെ ജസ്റ്റിസ് സൂര്യകാന്ത് വിളിച്ചിരുന്നത് പാറ്റകൾ എന്നായിരുന്നു. ആ പാറ്റകളുടെ സമരം വലിയ വിജയമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ സമരത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കോൺഗ്രസ് എത്തുന്നു. അതായത് രാഹുൽ ഗാന്ധിയും നമ്മുടെ KC വേണുഗോപാലും അടങ്ങുന്ന ഒരു സംഘം നമ്മുടെ കേരളത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ കേരളത്തിലെ MP-മാരും അതിനുള്ളിൽ പെട്ടുപോകുന്നു. ഒടുവിൽ അത് വലിയ ലാത്തിച്ചാർജിലും നമ്മുടെ കുട്ടികളെ കാര്യമായ രീതിയിൽ RSSന്റെ ഗുണ്ടകൾ അവരുടെ തടിയിൽ വലിയ തടിക്കഷ്ണങ്ങളിൽ ഇരുമ്പ് ആണികൾ തറച്ചു വെച്ചുകൊണ്ട് കുട്ടികളെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു.
ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. അവരാവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പറയുന്ന കേസുകളുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്നാമത്തെ കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക. രണ്ടാമതായി, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ, അതായത് CJP പ്രവർത്തകർക്കെതിരായി എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുക. മൂന്നാമതായി അവർ ഉയർത്തിയ മറ്റൊരാവശ്യം, ഈ പറയുന്ന നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണമടഞ്ഞ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത 23 കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഓരോ കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക. ആദ്യത്തെ 2 അവർ കേന്ദ്ര സർക്കാർ സമ്മതിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴുമുണ്ട് പ്രശ്നം. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതിക്കാരനായ, വിദ്യാഭ്യാസ മേഖലയെ കച്ചവടച്ചരക്കാക്കി മാറ്റിയ ആ മന്ത്രിയും കേന്ദ്രമന്ത്രിയും രാജിവെക്കണം. അങ്ങനെ ആ ആവശ്യത്തിനായി അവർ വീണ്ടും സമരം ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ സമരമെല്ലാം കഴിയുന്നു. ആ സമരത്തിനൊടുവിൽ, അല്ലെങ്കിൽ ആ സമരത്തെ തുടർന്ന് എന്ന് വേണമെങ്കിൽ പറയാം, നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അത് നമ്മുടെ കുട്ടികളുടെ, CJP എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പാറ്റകൾ എന്ന് വിളിച്ച നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ ഒരു വലിയ വിജയമായി തന്നെ കാണാം. തുടർന്ന് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വേട്ടയായിരുന്നു. അതിൽ പങ്കെടുത്ത ഇടതുപക്ഷ വിദ്യാർത്ഥികളെ അടക്കം കൈകാര്യം ചെയ്യുന്നതിനും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങ് AKG ഭവനിലേക്ക് കയറി ചെന്നുകൊണ്ട് ഐഷ ഘോഷി എന്ന് പറയുന്ന SFIയുടെ വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്യാനായി യൂണിഫോമോ നെയിം പ്ലേറ്റോ പോലും ഇല്ലാത്ത ഒരു വിഭാഗം പോലീസുകാർ കടന്നു വരുന്നു. അപ്പോഴാണ് ഒരു ഹീറോയെ പോലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP കടന്നു ചെല്ലുന്നു. എവിടെയാണ് നിങ്ങളുടെ യൂണിഫോം, എവിടെയാണ് നിങ്ങളുടെ നെയിം പ്ലേറ്റ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അതെല്ലാമായി വരൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് വളരെ കട്ടായം പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ പിന്നീട് നമ്മുടെ വിദ്യാർത്ഥികളെ ഉപദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്രത്തിൽ അങ്ങ് സംഭവിച്ച ചെറിയ വിശേഷങ്ങൾ. ഇനി മറ്റു ഒന്നിലേക്ക് പോവാം. നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ ഇളക്കിമറിച്ച മറ്റൊരു കേസായിരുന്നു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് സംസ്ഥാന സർക്കാർ, കഴിഞ്ഞുപോയ LDF സർക്കാർ ഇവിടെ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പുതിയ ഈ നിയമം, ഇവിടെ നിയമ പരിഷ്കാരം വന്നതോടുകൂടി, അല്ലെ പുതിയ നിയമം വന്നതോടുകൂടി ആ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇവിടെ എന്തൊക്കെയോ, അല്ലെങ്കിൽ LDF സർക്കാർ കഴിഞ്ഞ കാലത്ത് എന്തൊക്കെയോ ചില കള്ളക്കളികൾ നടത്തിയെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നു. ഇതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങൾ സംഭവിക്കുകയാണ് കേരളത്തിൽ. എന്താണ് ആ കോലാഹലം? ഒരിക്കൽ പോലും അമുസ്ലിങ്ങളായ 2 പേരെ ഉമീദ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമിക്കാം എന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഒരിക്കൽ പോലും കോടതിയെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. പക്ഷേ അവിടെയും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വലിയ വിവാദം നമ്മുടെ കേരളത്തിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വഖഫ് ബോർഡ് ക്രമീകരിക്കാം അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ നുണപ്രചരണം നടത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയായും മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. മറുപടി പറയേണ്ടതല്ലേ ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തുമ്പോൾ? മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇങ്ങനെ, അതായത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ നുണ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നുണകൾ വിശ്വസിച്ച പാവപ്പെട്ട ജനങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ മേലോട്ട് നോക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരുന്നുണയും അത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതും കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. മറ്റൊന്നാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന PM ശ്രീ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങൾ. അതെന്താണ്? ഇപ്പോഴും UDF-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ സർക്കാർ, അതായത് ഇടത് സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തുകയും വാങ്ങിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നുണപ്രചരണം. പക്ഷേ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. അന്ന് ഇടത് സർക്കാർ ഒപ്പിട്ടത് PM ശ്രീ പദ്ധതിയുടെ കരാറായിരുന്നില്ല, മറിച്ച് MOU ആയിരുന്നു. അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ ധാരണാപത്രം. ഈ ധാരണാപത്രം ഒപ്പിട്ടതിൽ നിന്ന് SSA ഫണ്ട് വഴി ഏകദേശം 90-ലധികം കോടി രൂപ കഴിഞ്ഞ സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ആ ഫണ്ട് കിട്ടിയത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ടാണ് എന്നൊരു കള്ളപ്രചരണം UDF പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പുതിയ സർക്കാർ. അതിലെ ഓരോ മന്ത്രിമാരടക്കം ഈ കള്ളപ്രചരണം ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മറ്റൊരു സത്യാവസ്ഥ. അപ്പോൾ പിന്നീട് കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് എന്ന് പറയുന്ന UDF-ൻ്റെ കൺവീനർ
ഇതുമായി ബന്ധപ്പെട്ട് UDFന്റെ യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞതെന്നറിയുമോ? അതായത് ഞങ്ങൾ എങ്ങനെയായിരുന്നാലും ഞങ്ങൾക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതിരിക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം, അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ചർച്ചയും UDF യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ എവിടെ നിന്നാണ് പിന്നീട് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നീക്കം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന് നമ്മുടെ അടൂർ പ്രകാശ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രമാണ്. അതേ തുടർന്ന് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ന് കേരളത്തിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് വേറൊന്നുമല്ല, അന്ന് VD സതീശൻ പറഞ്ഞതുപോലെ അന്ന് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും അല്ലെ BJPയെയും CPMനെയും യോജിപ്പിക്കാൻ ആദ്യം പ്രവർത്തിച്ചത് ശ്രീ M ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി. BJPയെയും CPMനെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് PM ശ്രീ ആണ് എന്ന് ഈ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വളരെ കാലത്തിന് മുമ്പ്, അധികാരം പിടിക്കുന്നതിന് മുൻപ്, അധികാരം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അതേ PM ശ്രീ പദ്ധതിയിലേക്ക് 265 സ്കൂളുകളുടെ ലിസ്റ്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്ന വിവരം. അതായത് ഈ സംസ്ഥാന സർക്കാർ 7 മാസം, അതായത് PM ശ്രീ പദ്ധതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 7 മാസം മാത്രം കാലാവധി ഉള്ളപ്പോൾ ആ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിൽ ഒരു സംഘപരിവാറിന് വേണ്ടിയിട്ട് ഇത്രയേറെ പരിശ്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ള ചോദ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നത്. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതിയുടെ അല്ലെങ്കിൽ PM ശ്രീ കരാർ എടുത്ത് ഞങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിയുമെന്നും അത് വലിച്ചു കീറി അറബിക്കടലിലേക്ക് കളയും എന്ന് പറഞ്ഞ KM ഷാജി ഇന്ന് ഉള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടാണ്. ആ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഇന്ന് മറ്റൊന്നും പറയാനില്ല. എവിടെയാണ് അറബിക്കടൽ എന്ന് അന്വേഷിച്ച് നടക്കുകയാണോ KM ഷാജി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട്. അതോ ഇനിയും ആ PM ശ്രീ കരാർ കീറി എറിയാഞ്ഞത് അറബിക്കടലിൽ വെള്ളം കുറഞ്ഞിട്ടാണോ എന്നുള്ള സംശയവും എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. നമുക്ക് മറ്റൊന്നിലേക്ക് പോകാം. R. സുഗതൻ എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറുടെ കാര്യമാണ് അടുത്തത്. ഇതേ കൗൺസിലറിന് നാളുകൾക്ക് മുൻപ് ഈ അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ അസാധുവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എവിടെയാണ് R. സുഗതൻ എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ഈ R. സുഗതൻ ഇപ്പോൾ ഉള്ളത് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. സ്വാതന്ത്ര്യ സമരം നയിച്ചതിനല്ല R. സുഗതൻ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതിയാണ്. ആ പ്രതിക്ക് നമ്മുടെ ജയിലിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെ അസാധുവാക്കപ്പെട്ട സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മേയറായിരിക്കുന്ന VV രാജേഷ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നിന്ന് R. സുഗതന് പന്തലിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കൊടുത്തത് നമ്മുടെ ജയിൽ വകുപ്പാണ്, അഥവാ ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുഗതൻ വീണ്ടും പൗണ്ട് കടവ് വാർഡിൻ്റെ കൗൺസിലറായി അധികാരമേറ്റ് തുടരുന്ന സാഹചര്യം. അതോടൊപ്പം പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കൗൺസിലറിന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ ജയിലിലായ ആ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയമപ്രകാരം വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആ സുദിനം വരുന്നത്, അല്ലെങ്കിൽ കൗൺസിൽ യോഗം വരുന്നത്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അംഗത്വം അല്ലെങ്കിൽ യോഗ്യത നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രത്യേകമായി ഈ പറയുന്ന അവധി അപേക്ഷ നൽകാം എന്ന തീരുമാനമെടുക്കുന്നു. ആ അവധി അപേക്ഷയ്ക്കൊപ്പം നമ്മുടെ ജയിൽ വകുപ്പ് ഒരു സർക്കുലർ കൂടി നൽകുന്നു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി വയ്ക്കുന്നു. അതായത് ഈ അവധി അപേക്ഷ വോട്ടിങ്ങിനിടുക. ആ വോട്ടിൽ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും സുഗതൻ്റെ ഈ പറയുന്ന കൗൺസിലർ പദവിക്ക് യാതൊരു കോട്ടവും വരില്ല എന്നുള്ളതായിരുന്നു ആ സർക്കുലർ. പക്ഷേ അങ്ങനെ വോട്ടിങ്ങിന് വരുന്നു. കൗൺസിൽ യോഗത്തിൽ അത് വോട്ടിനിടുന്നു. 51, അതായത് കേവല ഭൂരിപക്ഷത്തോടു കൂടി അത് അവധി പാസ്സാകുന്നു. അങ്ങനെ 6 മാസത്തെ അവധിയിലേക്ക് ഈ സുഗതൻ എന്ന് പറയുന്ന പൗണ്ട് കടവ് വാർഡ് കാപ്പ കേസ് പ്രതിയായിരിക്കുന്ന കൗൺസിലർ അവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് 6 മാസത്തെ അവധി അനുവദിക്കുന്നു. അതോടൊപ്പം കൗൺസിലർ സ്ഥാനവും അദ്ദേഹത്തിന് നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് അതിനകത്തിലെ ഒരു ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. ആ ട്വിസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവന്ന മറ്റേ ആരും ആയിരുന്നില്ല, K. ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ കൗൺസിലർ തന്നെയായിരുന്നു. എന്താണ് ആ ട്വിസ്റ്റ് എന്നറിയുമോ? ഈ പറയുന്ന സർക്കുലർ ഇഷ്യൂ ചെയ്തത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല അത്രേ. കാരണം വേറൊന്നുമല്ല, ഈ ജയിൽ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ജയിൽ വകുപ്പിൽ നിന്ന് അതിൻ്റെ അണ്ടർ സെക്രട്ടറി ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയേണ്ടതല്ലേ? പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. അങ്ങനെ ജയിൽ വകുപ്പ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ അവിടെ നിന്നുകൊണ്ട് പുതിയ ഒരു സർക്കുലർ പുറത്തിറക്കുന്നു. നമ്മുടെ എല്ലാമായ തിരുവനന്തപുരത്തിൻ്റെ രോമാഞ്ച കഞ്ചുകമായി മാറിക്കഴിഞ്ഞ നമ്മുടെ R. സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർക്ക് 6 മാസത്തെ അവധി അനുവദിക്കുന്നു.
അതിനുള്ളിൽ ഒരാളായി വോട്ട് ചെയ്തത് ഒരു കോൺഗ്രസ് വിമതനായിരുന്നു, പേര് സുധീഷ്. അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായ അടുപ്പമുണ്ട്, അതോടൊപ്പം തന്നെ ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയുകയും വേണം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഒന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഈ പറയുന്ന സുഗതൻ നല്ലത് ചെയ്തു എന്ന് പറയുന്നത്? സ്ത്രീകളെ അടക്കം ഉപദ്രവിച്ച പേരിൽ, വധശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോഴും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണ് നമ്മുടെ ഈ പൗണ്ടുകടവ് വാർഡ് കൗൺസിലറായ ആ സുഗതൻ എന്നുള്ള സത്യാവസ്ഥ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തേ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് അറിയാൻ കഴിയാതെ പോയി? അതല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങളൊന്നും അറിയാഞ്ഞത്? പക്ഷേ വേറൊരു കാര്യം നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്തു. ജയിൽ വകുപ്പ് കാണിച്ച ഈ ഒരു കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ നടപടിക്രമങ്ങളിലേക്കല്ല. ഏതൊരു കുറ്റം ചെയ്താലും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു എന്താ പറയുക, ഒരു അതൃപ്തി അറിയിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്നത്തെ നമ്മുടെ കേരള സമൂഹത്തിലുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം. ഇപ്പോൾ അതാ വന്നിരിക്കുന്നു പുതിയൊരു വാർത്ത. ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്റർ വിവാദം. അതാണ് ഹെലികോപ്റ്റർ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കൃത്യമായി നമുക്കറിയാം, ഇവിടുത്തെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക, അതോടൊപ്പം ഈ ഒരു എയർ ആംബുലൻസ് ഒരു സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുക. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവയവം മാറ്റ ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ ദാനം ചെയ്ത അവയവങ്ങളുമായി പറക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഈ ഹെലികോപ്റ്ററിനെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ധൂർത്തായിട്ടാണ് അന്ന് മാധ്യമങ്ങളടക്കം അതിനെ എഴുതിപ്പിടിപ്പിച്ച് പൊലിപ്പിച്ചത്. അങ്ങനെ എഴുതിപ്പിടിപ്പിച്ച് പൊലിപ്പിച്ച ആ ഒരു ഹെലികോപ്റ്റർ ഇന്ന് ഒരു അമ്മായിച്ചനെ കാണാൻ വേണ്ടി മരുമോൻ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വയ്യാതെ കിടക്കുന്ന, ശയ്യാവലംബിയായി കിടക്കുന്ന, രോഗാതുരനായി കിടക്കുന്ന അമ്മായിച്ചനെ കാണാൻ പോകാൻ വേണ്ടി ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു ധൂർത്തുമില്ല, യാതൊരു ധാരാളിത്വവുമില്ല. അതെങ്ങനെയാണ്? 40 ലക്ഷം രൂപയോളം മുടക്കി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി ആര്യാടൻ മുഹമ്മദിന് പോലും അറിയാത്ത ഒരു അകന്ന ബന്ധുവിനെ കാണാനായി സന്ദർശനം നടത്തിയ ഒരാൾ തന്നെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഈ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് പിന്നെ ഈ ഹെലികോപ്റ്റർ ഓടുമ്പോൾ അതൊരിക്കലും ധൂർത്താവുന്നില്ല. കാരണം ഈ അമ്മായിയച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയുമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അതോടൊപ്പം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കാലം തെറ്റിയെത്തിയ മഴ എന്ന് പറയേണ്ടി വരും. ഈ മഴ ഇന്ന് ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ മേഖലകളിൽ ഇത് വല്ലാത്ത കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഏകദേശം 3 പേരിലധികം ഇവിടെ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് അറിയാം, ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ കേരളക്കാരെ കാത്തുരക്ഷിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തൽക്കാലം നമുക്ക് വെച്ച് പുലർത്താം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അവിടേക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. മണ്ണിനടിയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഇനി ഒരിക്കലും അപകടം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുന്നതും അവിടേക്ക് വേണ്ട ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എത്തിക്കുന്നതിനും സന്നദ്ധ സംഘടനകൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെയും DYFI-യുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ എല്ലാ ബ്രിഗേഡുകളും അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം ഈ ഒരു ദുഃഖവാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ വാർത്താ വിശേഷം അല്ലെങ്കിൽ വാർത്താ വിചാരം അവസാനിക്കുന്നു. നമസ്കാരം.